അഗതികളുടെ കണക്കെടുക്കാൻ വനിതാ കമ്മീഷൻ ഗുരുവായൂരിലെത്തുമെന്ന് മുനിസിപ്പാലിറ്റിയെ അറിയിച്ചിരുന്നു. എന്നാൽ കമ്മീഷൻ അംഗം എത്തിയ ശേഷമാണ് കണക്കെടുത്തവരിൽ മാറാൻ തയ്യാറുള്ളവരെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്ന വിവരം മുനിസിപ്പാലിറ്റി അധികൃതരോട് പറയുന്നത്. 180 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മുനിസിപ്പാലിറ്റിയുടെ അഗതി മന്ദിരത്തിൽ കമ്മീഷൻ ഏറ്റെടുത്തെത്തിക്കുന്നവരെ പാർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പൊന്നും ചെയ്തിരുന്നില്ല. അതേസമയം കാര്യങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ സൗകര്യങ്ങൾ ഒരുക്കാമെന്നായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ പ്രതികരണം. തീർച്ചയായും സമൂഹത്തിന്റെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമാണ് ഇത്. പക്ഷെ അതിനെ നമ്മളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാറ്റല്ല ചെയ്യേണ്ടത്. തീർച്ചയായും അതിന് എന്തൊരു പരിഹാരം കൂട്ടായിട്ട് ദേവസ്വത്തിന്റെയും നഗരസഭയുടെയും പൊതുജനങ്ങളുടെയും സമൂഹത്തിന്റെ കൂട്ടായ ഒരു തീരുമാനവും ഒക്കെയാണ് ഇതിന്റെ പുറകിൽ വേണ്ടത്. എന്നാൽ കണക്കെടുത്ത ഉടൻ തന്നെ താൽപര്യമുള്ളവരെ ഇവിടെ എത്തിക്കുമെന്ന് കമ്മീഷൻ പറഞ്ഞതോടെ കാര്യങ്ങൾ വാക്കേറ്റത്തോളം എത്തിയെങ്കിലും എത്തിക്കുന്നവർക്ക് സൗകര്യമൊരുക്കാമെന്ന് നഗരസഭ പിന്നീട് സമ്മതിച്ചു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയാകെ പോലീസിന്റെ സഹായത്തോടെ അരിച്ചുപെറുക്കിയിട്ടും കണ്ടെത്താനായത് 2 പേരെ മാത്രമാണ്. മുന്നൊരുക്കമില്ലാതെ നടത്തിയ തെരച്ചിൽ ആയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന ആരോപണവും ഇതോടെയുണ്ടായി. അഗതികളെ സംരക്ഷിക്കുന്നതിന് കൃത്യമായ സംവിധാനമോ ശാസ്ത്രീയമായ രീതിയോ ഇനിയും അവലംബിച്ചിട്ടില്ലെന്നാണ് ഗുരുവായൂരിൽ നടന്ന സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. മീഡിയ 1 തൃശൂർ.